അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നു ഇന്ത്യ മുന്നണി. കോടതിയുടെ ഇടപെടൽ ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കുള്ള താക്കീതാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. കോടതി വിധി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. അതിയായ സന്തോഷമുണ്ട് എന്നായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് കാലത്തെ കോടതി വിധി മുന്നണിക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം. വിധി സ്വാഗതം ചെയ്ത കോൺഗ്രസ് ജനാധിപത്യത്തെ അട്ടിമറിച്ചവർക്കുള്ള മറുപടിയാണെന്ന് പ്രതികരിച്ചു. ആരെങ്കിലും അഴിമതിക്കാരായിട്ടുള്ളവര് മറ്റു പാർട്ടികളിൽ നിന്നും വന്ന് ചേർന്നാൽ അവർ മുഴുവൻ അഴിമതി വിശുദ്ധരായിട്ട് മാറുക, ഇതൊക്കെ ചെയ്യുന്ന സർക്കാരാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഒരു കേസിന്റെ പുറത്ത് കേജ്രിവാളിനെയും ഹേമന്ത് സോറനെയും അകത്താക്കിയിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് അതിനകത്ത് അത് അവരുടെ ഉദ്ദേശ ശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ് ഈ വിധി. അധികാര ദുർവിനിയോഗത്തിലൂടെ ഭരണത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ബിജെപിയുടെ നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് വിധിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിധി സ്വാഗതാർഹമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടിക്കേറ്റ ഏറ്റവും കടുത്ത ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ. അതുവഴി ലോകം ഈ വിധിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്നത്. അത് കാണിക്കുന്നത് ഫാസിസത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഇന്ത്യയുടെ ഈ പരിമിതിക്കകത്ത് നിന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള ഇന്ത്യയുടെ വളരെ ശ്രദ്ധേയമായ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ് സുപ്രീം കോടതി ഉയർത്തി പിടിച്ചിട്ടുള്ളത്. കേജ്രിവാളിന് ജാമ്യം ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. കേജ്രിവാളിനോട് കേന്ദ്രം ചെയ്തത് ക്രൂരതയെന്നും കേസിൽ നീതിദേവത ഇടപെട്ടുവെന്നും മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ സംഭവിച്ച കേജ്രിവാളിന് പ്രിയായ ഈ സംഭവം, ജാമ്യം കിട്ടിയ സംഭവം ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കും. മാത്രമല്ല ഇന്ത്യൻ നീതിപീഠം, ആ നീതിപീഠമാണ് അവസാനത്തെ ആശ്രയം എന്ന കാര്യത്തിനൊന്നുകൂടി ഊന്നൽ വരികയാണ്. വിധിക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. രാജ്യത്ത് അഴിമതിയുടെ പുതിയ അധ്യായം രചിക്കപ്പെടുകയാണെന്നായിരുന്നു BJPയുടെ ആരോപണം. ന്യൂസ് ഡെസ്ക് 24.